നമുക്കിനി 20 മിനിറ്റ്സ് ഉണ്ട്. 20 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KL46 നല്ല കാറ്റുണ്ട്. എനിക്കറിയില്ല, ഞാൻ അത്യാവശ്യം ശബ്ദമുയർത്തി സംസാരിക്കാം. ഹായ് ബായ്. നമ്മൾ ലേറ്റല്ല, പക്ഷെ നേരത്തെ പോകണം. ഒരു 9 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം 8:35 നേരത്തെ ഇറങ്ങണമെന്ന് വെച്ചാണ്. ആസ് യൂഷ്വൽ നടന്നില്ല. 8:30 ഇറങ്ങിയപ്പോൾ 8:30 അല്ല 8:28 എന്തോ സമയമായി. ഈ വാച്ചിന് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. 8:40 ആവാറായി. 8:35 കഴിഞ്ഞ് 8:40 ആവാറായി. നമുക്കിനി 20 മിനിറ്റ്സ് ഉണ്ട്. 20 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാട്ടിലെങ്ങനെയുണ്ട് കാലാവസ്ഥ? ഇവിടെ കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി, തണുപ്പായി തുടങ്ങി. ഇപ്പം മഴയായിരിക്കും. റെയിൻകോട്ട് വെച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 ദിവസം മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അന്ന് ക്യാമറ എടുത്തില്ല, അല്ലെങ്കിൽ ക്യാമറ ഇനിയൊന്നും വെച്ചേക്കാം. അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ ഒരു മഴ റൈഡ് എടുക്കാം. വലിയ രസമൊന്നും ഉണ്ടാവില്ല, ആരും നമുക്ക് സെറ്റപ്പാകാം. നല്ല തിരക്കുണ്ട്. 8:30 ഈ സമയത്ത് വലിയ തിരക്കുണ്ടാവാത്തെയാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. എനിവേ, ബൈ നമുക്ക് പോകാം. ഇപ്പൊ വീഡിയോയിൽ ഈ യാത്ര അല്ലാണ്ട് വേറെ ടോപ്പിക്കൊന്നും വീഴുന്നില്ലാന്ന് ഇല്ലാന്ന് അറിഞ്ഞുകൂടാ. ഒരു പോലീസാ അല്ല വേറൊന്നും. അതേപോലെ ഡ്രസ് ടീഷർട്ടൊക്കെ ഭയങ്കര ആശയദാരിദ്ര്യമാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കണ്ടന്റ് ബ്ലോക്ക്, റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുമല്ലേ. അതേപോലെ ഞാനൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ട്. പക്ഷേ ലാപ്ടോപ്പ് ഇല്ല, അതാണ് പ്രശ്നം. ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ സെറ്റപ്പ് ചെയ്യും. ഒരു കൺസോള് മേടിച്ചാലോ എന്നും ഉണ്ട്. ഈ കൺസോൾ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തെന്നാൽ കൊള്ളാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് അത് ചെയ്തു തരാൻ പറ്റും. അത് കാണുന്ന ആൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഡെസ്ക് സെറ്റപ്പൊക്കെ മാറ്റി, ഇപ്പം അടിപൊളിയൊരു സെറ്റപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇനിയൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കാം. ഞാനൊരു ചാനൽ തുടങ്ങിയായിരുന്നു, 2 വീഡിയോ ഇട്ടു. പക്ഷേ അതങ്ങോട്ട് ശരിയായില്ലേ, എനിക്ക് ആ ഒരു ഇത് വന്നില്ല. അതുകൊണ്ട് ഇപ്പം എവിടെ പോകണ്ടോ, കേരളക്കാരനാ. KL46 എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. മറ്റേ വണ്ടിയാ, മറ്റേ ബുള്ളറ്റിനെ കളിയാക്കി ഒരു വണ്ടി ഇറക്കിയായിരുന്നല്ലോ. ആന പോകുമ്പോൾ ആനയുടെ ഇടയിൽ കൂടെ പറഞ്ഞിട്ട് അവന്മാര് കളിയാക്കാനാ ഉദ്ദേശിച്ചത്. പക്ഷെ അവന്മാര് ആനേനെ വെച്ചാ കളിയാക്കിയ. ആനയ്ക്കും പുലിക്ക് കണ്ടിട്ടുണ്ടാണല്ലോ. ചിലപ്പോ വേഗതയുള്ള പുലി ചിലപ്പോ പെട്ടെന്ന് പോവും, പക്ഷെ ആനയാണല്ലോ. അത് അവന്മാര് മനസ്സിലാക്കില്ല. എന്താന്ന് വെച്ചു എന്താ പേരെന്തോ ഞാൻ മറന്നുപോയി. വണ്ടി ആണത് എന്തോ 400 എന്തോ സീരിയസ് ഉള്ള വണ്ടി ആണെന്ന് എനിക്ക് തോന്നണത്. നമ്മൾ ഇന്ദിരാനഗർ എത്തി. ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. 45 ആവണമെങ്കിലും ഇന്ദിരാനഗർ. ഇനി ബഫർ ടൈം ഉണ്ട് 15 മിനിറ്റ്. പക്ഷെ നമുക്ക് 9 മണിക്കാ, 5 മിനിറ്റ് മുന്നെങ്കിലും എത്താം. 9-ന് 5 മിനിറ്റ് മുന്നേ, അതായത് 30:55 ആകുമ്പോൾ നമുക്ക് അവിടെ. ട്രാഫിക് ഈ ട്രാഫിക് കിട്ടി. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ട്രാഫിക്കിന് കയറായിരുന്നു. ഈ അൾട്രാ കുമ്മൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ സാധനമല്ല കേട്ടോ. ഇത് വേറെയാണ്. അൾട്രാ ഹ്യൂമൻ പെർഫോമൻസ്. ഞാൻ മറ്റേത് പറഞ്ഞ ലോഞ്ച് ഫിറ്റ് എന്ന് പറയണ വേറൊരു സംഭവമാണ്. അവന്മാരാണ് ഞാനന്ന് പറഞ്ഞ മറ്റേ ഒരാഴ്ചയിൽ ഒരു വർക്കൗട്ട് മതി, 20 മിനിറ്റ് 30 മിനിറ്റ് വർക്കൗട്ട് എന്തോ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേറെ കമ്പനി, ഇത് വേറെ കമ്പനി. ഇതെന്താ കമ്പനി എന്ന് എനിക്ക് നോക്കാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര്. ഇന്നിപ്പം വീണ്ടും ആലോചിച്ചു. ഇന്ന് തോന്നാം, ഇപ്പം തന്നെ നോക്കാമല്ലോ. അൾട്രാ ഹ്യൂമൻ
performance ultra the the 10-day challenge is over. Hearing Arvind said, meet the athlete to top ninja charges to ഇതെന്തോ പരിപാടിയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട്. അപ് ടു 3,500 സിംഗിൾസ് ആർ ഡബ്സ് അക്കോർഡിംഗ്ലി. എനിക്കൊന്നും അങ്ങനെ വണ്ടി എടുപ്പില്ലേ, സിഗ്നൽ പങ്ങില്ലേ, എങ്ങനത്താണ് ചുമ്മാ സ്റ്റാർട്ട്. എനിക്കൊന്നും മനസ്സിലായില്ല സുഹൃത്തുക്കളെ. ഇതാണോ ഇമാരെന്തോ സെല്ല് ചെയ്യുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി. ഇമാരെന്തോ വിൽക്കുന്നുണ്ടോ, ഇമാർ പിന്നെന്തോ ഗെയിമോ അങ്ങനെ ചലഞ്ച് പരിപാടി നടത്തുന്നത്. സമാധാനത്തോടെ വായിച്ചാലേ ഇതൊക്കെ കിട്ടൂ. ട്രാഫിക് പറയാമല്ലേ. കുഴപ്പമില്ല, നമുക്ക് സമയം മതി. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കമ്പനിയുടെ പാർക്ക് ചെയ്യുന്നു, നമ്മൾ നടക്കുന്നു, പോകുന്നു. ക്ലീൻ പരിപാടിയാണ്. 10 മിനിറ്റ് ഉണ്ടോ, 45, 10, 55. അവിടെ ഒരു ട്രാഫിക് ഞാൻ കാണുന്നുണ്ട്. ട്രാഫിക് ലൈറ്റ് ഇല്ലാത്ത ട്രാഫിക്കാണ്. എന്നിട്ട് അവിടെ അങ്ങോട്ടൊരു തിരിവുള്ളതുകൊണ്ട് അവിടെ കുറച്ച് വണ്ടികൾ പതുങ്ങാൻ ചാൻസ് ഉണ്ട്. വലിയ വണ്ടികൾ വന്നാലാണ് പ്രശ്നം. ടെയില് പിടിച്ച് ആ മാരുതിയുടെ അത് പോയില്ല. അത് അവന്മാർക്ക് അതിനുള്ള കഴിവുണ്ടായില്ല. കഴിവില്ലാത്തവർ ടെയില് പിടിച്ച് പോകണം, എന്നാലേ അത് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് കയറാൻ പറ്റില്ല. പെട്ടെന്ന് സൈഡിൽ കൂടെ കയറി. പോട്ട് ചേച്ചി, പോട്ട് കുഴപ്പമൊന്നുമില്ല, കയറി പോവും, ചിരിച്ചു പോകൂല. കണ്ടാ ബസ് അല്ലെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യണ്ട, നമുക്ക് അപ്പുറത്തൂടെ തിരിഞ്ഞേറി പോകാനുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ നമുക്ക് തിരിഞ്ഞേറി കയറി പോകാം. ആ ബൈക്ക് പോണ വഴി. ഇവിടെ ഇപ്പം ചക്കയുടെ സീസണാണ്. കുറേ ചക്കയുണ്ട്, പക്ഷെ വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റില്ല. വയറിലൊക്കെ പണി. ചക്ക വൻ വിഷയമുള്ള സബ്ജക്റ്റാണ്. ചിലപ്പോൾ പണി തരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. നല്ല കാറ്റുണ്ട്. എൻ്റെ മൈക്കൊക്കെ അവിടെ ഉണ്ടോ? കാറ്റിൽ നിങ്ങൾക്ക് ശബ്ദം തേക കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയണം. മൈക്ക് കണക്റ്റഡ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾക്ക്. എനിക്കൊന്ന് ചാർജ് വല്ലതും തീർന്ന് ടോപ്പായോ എന്നും അറിയില്ല. ക്യാമറ പോണം. ജിമിനി ഇത് പുറത്തെ കളറല്ലേ, ചിലപ്പോൾ റാലിക്കൊക്കെ വേണ്ടി ഇറക്കിയ കളറായി. നാല് സ്ട്രോബറിക്കകത്ത് കറുപ്പും വെള്ളയൊക്കെ വൻ വിഷയം. അവിടെ വേസ്റ്റ്, അതില്ല സ്മെല്ല്. ഈ സ്മെല്ലെന്ന് വെച്ചാൽ നെഗറ്റീവ് വേർഡല്ലേ സ്മെല്ല്. ഇപ്പം മണത്തിനെന്താ പറയാ, സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്മെല്ല് മണം ആണ് സ്മെല്ല്. പക്ഷേ സ്മെല്ല് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, നല്ല സ്മെല്ല് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവായിട്ടാണ്. അല്ല, ബാഡ് സ്മെൽ. ബാഡ് സ്മെൽ എന്ന് പറയാമായിരിക്കും. ഗുഡ് സ്മെൽ, ബാഡ് സ്മെൽ അങ്ങനെയും പറയായിരിക്കുമല്ലോ. എന്തേലൊക്കെ അവിടെ ഇവിടെ തന്നെ പുതിയ പരിപാടി നടക്കുന്നു. നമ്മൾ 50-ന് മുന്നേ വന്നു. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇപ്പം നമുക്ക് പോലീസ് പിടിക്കുന്നിടത്ത് വണ്ടി കൊണ്ട് വയ്ക്കണ്ട, നമുക്ക് അപ്പുറത്ത് പോയില്ല. പാർക്കിംഗ് എടുക്കുന്നുണ്ട്. പാർക്കിങ്ങൊന്നും ഇല്ല ഇവിടെ. എന്നാലും നമുക്ക് ഓരോരം ചേർന്ന് കൊണ്ട് വയ്ക്കാം. ഈ റോഡിൽ, ഇങ്ങനെ പോണ റോഡിൽ വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, സൈഡിൽ വെച്ചിട്ട്. പക്ഷേ ഈ ചെറിയ റോഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ
പോലീസ് പിടിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. അവരങ്ങനെ ഒഫീഷ്യലായിട്ട് പറയുന്നില്ല. നാളെ അവർക്ക് വേണമെങ്കിൽ പിടിക്കാം. ഞാനൊരു കഴിവുകേടാണ് ഇപ്പോൾ കാണിച്ചത്. കഴിവേറി തരം, കഴിവുകേടെന്ന് പറയുന്നില്ല, എൻ്റെ കഴിവേറിയ തരം അതാണ് ഇപ്പോൾ കാണിച്ചത്. ഓനവിടെ സ്ലോ ചെയ്ത് ഞാനെടുത്ത് ഫ്രണ്ട്